മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇവിടെ വന്ന് കോഴികളെയും ഷെഡും JCB മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് പൊളിച്ച് മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, കോഴികളെല്ലാം അവിടെ കിടക്കുന്നു. ഒരു അക്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വർക്കല നഗരസഭാ പരിധിയിലെ പുത്തൻചന്ത മരക്കടമുക്കിന് സമീപത്ത് പ്രവർത്തിച്ചുവന്ന പൗൾട്രി ഫാമിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയെന്നാരോപിച്ച ഷെഡ് പൊളിച്ചുമാറ്റി. മരക്കടമുക്കിന് സമീപത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സോണി പൗൾട്രി ഫാമിൽ അനധികൃതമായി നിർമ്മിച്ച താൽക്കാലിക ഷെഡാണ് നഗരസഭ ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചുമാറ്റിയത്. നിരവധി തവണ നഗരസഭ പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ ഉടമ ഇത് പൊളിച്ചു മാറ്റാത്തതിലാണ് പോലീസിന്റെ സഹായത്തോടുകൂടി നഗരസഭയിൽ നിന്നും അധികൃതരെത്തി നടപടി സ്വീകരിച്ചത്. കോഴിഫാം നടത്തുന്നതിനായി മതിയായ രേഖകൾ ഉടമസ്ഥൻ നൽകിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ തനിക്ക് MSME ലൈസൻസ് ഉണ്ടെന്നും 1 വർഷത്തിന് ശേഷം മറ്റു ലൈസൻസ് ഹാജരാക്കിയാൽ മതിയെന്നുമാണ് പൗൾട്രി ഫാമിന്റെ ഉടമ പ്രതികരിച്ചത്. ഇവിടെ ഈ സുദർശിനി എന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങളെ ഇവിടുന്ന് ബിസിനസ് ഇവിടെ നടത്താതിരിക്കാനും ഇവിടെ അടിച്ചു ഓടിക്കാനും വേണ്ടി അവർ കുറച്ച് മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇത് അനധികൃതമാണ് ഈ ഷെഡ് നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതത്തിൽ വന്ന് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇവിടെ വന്ന് കോഴികളെയും ഷെഡും JCB മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് പൊളിച്ച് മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, കോഴികളെല്ലാം അവിടെ കിടക്കുന്നു. ഒരു അക്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിയമപരമായിട്ടൊരു കാര്യം, ഒരു അക്രമമാണ് മുനിസിപ്പാലിറ്റിയുടെ ഒഫീഷ്യൽസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത്. അപ്പൊ ഈ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? ലൈസൻസ് ഞങ്ങൾക്ക് കേരള MSME ലൈസൻസ് ഉണ്ട്, FSSC ലൈസൻസ് ഉണ്ട്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിണറായി സർക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് MSME ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് 2-3 വർഷം ഈ ലൈസൻസ് വെച്ചുകൊണ്ട് നമുക്ക് നടത്താൻ നിയമമുണ്ട്. ആർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടുമില്ല. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഈ അക്രമം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മുനിസിപ്പാലിറ്റി പറഞ്ഞത് അനധികൃതമായി നിർമ്മാണം നടത്തിയതാണ് പൊളിച്ചു മാറ്റിയെന്നാണല്ലോ അവരുടെ വാദം. ഞങ്ങളത് പറഞ്ഞിട്ടുള്ള സമയബന്ധിതമായിട്ട് ഞങ്ങളത് പൊളിച്ചു മാറ്റി കൊടുക്കാം. ഞങ്ങളെ കോമ്പൗണ്ടിനകത്താണ് ഇത് ഇവിടെ നിൽക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും റോഡിലൊക്കെയാണ് എക്സ്റ്റൻഷനും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നത്. വർക്കലയിൽ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ റോഡ് സൈഡിൽ അനധികൃതമായിട്ട് ചെയ്യുന്നത്. ഞങ്ങളെ കോമ്പൗണ്ടിനകത്താണ് താൽക്കാലികമായിട്ട് ഒരു ഷെഡ് നിർമ്മിച്ചത്. അത് ടെമ്പററി ഷെൽട്ടർ മാത്രമാണ്, സ്ഥിര നിർമ്മാണമല്ല. മുനിസിപ്പാലിറ്റി സമയബന്ധിതമായിട്ട് ഞങ്ങളത് പൊളിച്ച് മാറ്റി കൊടുക്കാമെന്ന് ഞങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട്. ആ അറിയിപ്പ് നിലനിൽക്കുകയാണ് ഇവിടെ ഒന്ന് അക്രമം കാണിക്കുന്നതുള്ള. ആ കോഴികളെ ഇതെല്ലാം കിടക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെയാണ് അത് കാണിക്കേണ്ടത്.
നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെ പരിസരവാസികളും സ്ഥാപനത്തെക്കുറിച്ച് നേരത്തെ പരാതി നൽകിയിരുന്നു. വാർഡ് കൗൺസിലറും വൈസ് ചെയർപേഴ്സണുമായ സുദർശിനിയുടെ ബന്ധുവിന്റെ സ്ഥാപനം സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും തങ്ങളുടെ സ്ഥാപനം അവർക്ക് വെല്ലുവിളിയാകുമെന്ന ഭയത്തിലുമാണ് ഇത്തരത്തിൽ പരാതി നൽകിയതെന്നാണ് സോണി പൗൾട്രി ഫാമിന്റെ ഉടമ പറയുന്നത്. തികച്ചും വ്യക്തിപരമായ പ്രതികാര നടപടിയാണ് ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടതെന്നാണ് ഉടമ പരാതിപ്പെടുന്നത്. ഇവരുടെ തന്നെ സ്ഥാപനങ്ങൾ നഗരസഭയുടെ പരിധിയിലും ഇടവ പഞ്ചായത്ത് പരിധിയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിസ്മയ ന്യൂസ്, വർക്കല.